ഈ ഈ ബംഗ്ലാദേശികളെ ഈ ആന വാ വിളിക്കുന്നതിൻ്റെ ആട് വാ വിളിക്കലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നവരൊന്ന് പൊളിച്ച് നോക്കിയതാണ്. ഞങ്ങൾ ഇന്ത്യയിലേക്ക് കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ICC അതങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അവർ ബംഗ്ലാദേശിന് പകരം വേറെ ടീമിനെ സ്കോട്ട്ലാൻഡിനെ കണ്ടാണ് സെലക്ട് ചെയ്തേക്കെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ബംഗ്ലാദേശികൾ ഈ വേൾഡ് കപ്പിൽ കളിക്കത്തില്ല. ഇന്ത്യ അതായത് BCC നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനിൽ കളിക്കാൻ പോകത്തില്ല, നമ്മൾ ബംഗ്ലാദേശിൽ കളിക്കാൻ പോകത്തില്ല, നമ്മൾ ശ്രീലങ്ക കളിക്കാൻ പോകത്തില്ല, സാഹചര്യം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ICC അംഗീകരിച്ചിട്ടേ ഉള്ളൂ, അംഗീകരിച്ച് പറ്റൂ. ഇന്ന് ലോക ക്രിക്കറ്റിൻ്റെ പോലീസ് ആരാന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ ഭാരതമാണ്. പണ്ട് ഈ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടും ഒക്കെ ആയിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, റിക്കി പോണ്ടിങ്ങിൻ്റെയൊക്കെ കാലത്ത് നമ്മുടെ പ്ലെയേഴ്സിനെയൊക്കെ അവർ പേടിപ്പിച്ചിട്ട് ഔട്ടാക്കുമായിരുന്നു. ബോൾ ചെയ്യുന്നവനെയൊക്കെ പേടിപ്പിച്ചിട്ട് അവൻ അവിടെ ഇവിടെ വലിച്ചെറിയുമായിരുന്നു. എന്നിട്ട് ഇവർ 4, 6 ഒക്കെ അടിച്ച് ഇവർ ജയിക്കുമായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി. നമ്മുടെ കളിക്കാർ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴും കളിക്കുന്നത്. അവർ 14 വയസ്സൊക്കെ ഉള്ള സൂര്യവംശിയൊക്കെ അടിക്കുന്ന 25 ബോളിലൊക്കെ വെറുതെ സെഞ്ചുറി അടിച്ചിട്ട് പോരുക. അങ്ങനെയുള്ള പിള്ളേരിങ്ങനെ നിരയായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഈ ബംഗ്ലാദേശൊക്കെ പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ICCയെ സംബന്ധിച്ച് നമ്മുടെ ഭാരതം ഇന്ന് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. അമിത്ഷയാണ് അതിന് താഴെ. അമിത്ഷയുടെ മോനാണ് ഇന്ന് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മെയിൻ ആള്. ഇവരെ കണ്ടൊക്കെ അംഗീകരിച്ചു കൊടുക്കും. അഹങ്കാരമാണെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾക്ക് അഹങ്കരിക്കാതെ നമ്മുടെ പ്ലെയേഴ്സിനെ നിങ്ങൾ കണ്ടു നോക്കേ. കഴിഞ്ഞ ദിവസത്തെ കളി ഉണ്ടായിരുന്നു ന്യൂസിലാൻഡായിട്ടോട്ടെ. 15.2 ഓവറിൽ 250 റൺ ജയിച്ചിട്ട് അവർ വന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കളിക്കാരൊക്കെ ഉള്ളിടത്തോട്ട് വന്നു. ഇനി ബംഗ്ലാദേശ് വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ അവർക്ക് വേണമെങ്കിൽ കളിക്കല്ല നാഗ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം, നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, വേണമെങ്കിൽ പോകാം, ഞാൻ നിന്നെ ഒന്നും പിടിച്ചു വെക്കത്തില്ല എന്ന് പറഞ്ഞ മാതിരി ICC പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ കളിക്കാം, വേണമെങ്കിൽ പോകാം, ഞങ്ങൾ നിങ്ങളെ പിടിച്ചു നിർത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് ബംഗ്ലാദേശികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അവരൊന്നും അഹങ്കരിക്കാറായില്ല. അഹങ്കരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അഹങ്കരിക്കാൻ പറ്റുന്ന ഒന്നീ കളിയിൽ വേണം, ഇല്ലെങ്കിൽ രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കണം. ഇതൊന്നും ഇല്ലാത്തൊരു ടീം ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ കളിക്കത്തില്ല പോടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പോയി എവിടെയെങ്കിലും പോയി പാടത്തൊക്കെ പണ്ടൊക്കെ ഞങ്ങളെ കളിച്ചിട്ടുണ്ട്, കുറ്റി നാട്ടി കളിക്കുക. പാകിസ്ഥാനൊക്കെ ആ കാര്യത്തിലൊക്കെ ഡീസൻ്റാണ്. അവർക്കറിയാം അവരുടെ രാജ്യത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റ് ടീമുകൾ വരത്തില്ല എന്ന് പറഞ്ഞത് അവർക്കറിയാം അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അവരതിനൊക്കെ തയ്യാറാണ്. ഇവന്മാരെ പോലെ അഹങ്കാരികൾ വേറെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം TV അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ, TV ആരും തല്ലിപ്പൊടിച്ചില്ലെങ്കിൽ TV വേൾഡ് കപ്പ് കണ്ടാൽ മതി. ഓക്കെ, വെറുതെ ചൊറിയാനൊന്നും ഇന്ത്യയോട് നിൽക്കണ്ട. ഓക്കെ, നന്ദി.